ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് കണ്ടില്ലേ? ബദാം, പിന്നെ അര ഗ്ലാസ് പഞ്ചസാര, പിന്നെ ഒരു 3 ഏലക്ക, പിന്നെ ജസ്റ്റ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചത് ആയതുകൊണ്ട് എടുത്തേ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് അര ഗ്ലാസ് വെള്ളം വെക്കാവേ. വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് തിളപ്പിക്കണം, എന്നാലേ നമുക്ക് ബദാം തൊലി നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും പെട്ടെന്ന്. വെള്ളം തിളച്ചിട്ടുണ്ട്, അത് ഞാനൊരു ബൗളിലോട്ട് ഒഴിക്കുന്നുണ്ട്. മക്കൾക്ക് കൊടുക്കാൻ ഹെൽത്ത് ഡ്രിങ്ക് അല്ലേ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബദാം ഞാൻ ആ ചൂടുവെള്ളത്തിലോട്ട് ഇടുന്നുണ്ട്. ഒരു 2-3 മിനിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ നല്ല കുതിർന്ന തൊലി നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ബദാം മിൽക്കല്ലേ, ഇപ്പം മിൽക്ക് വേണ്ടേ. എന്നിട്ട് നമുക്ക് ബദാം ഇങ്ങനെ പൊളിച്ചെടുക്കുക. അത് എളുപ്പമാണേ. ഞാൻ വെള്ളം വന്നിട്ടും കളച്ചിട്ടുണ്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട്. പിന്നെ നന്നായിട്ട് കണ്ടോ, നമുക്കിങ്ങനെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. കടയിൽ നിന്ന് ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ മൊത്തം ഇങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം. ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോഴത്തേക്കിന് നമ്മൾ തൊലി കളഞ്ഞെടുത്തേക്കുന്ന ബദാമിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിലോട്ട് പോയതുകൊണ്ടാണ്. പിന്നെ നന്നായിട്ട് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ബ്രൗൺ ഒരു കളറിൽ വരും. അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി വറുത്തെടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. പാല് നമ്മളെടുത്ത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, മധുരം ആവശ്യമനുസരിച്ച്, പിന്നെ ഏലക്കായും പിന്നെ വറുത്ത ബദാമും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അവിടെ നമുക്ക് ഒന്നുകൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ, മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ഇടാൻ മറന്നു പോയതാണ്. വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം മഞ്ഞൾപ്പൊടിയെ. ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി അങ്ങനെ നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ടാസ്ക്. നമ്മൾ പൊടിച്ചത് നമുക്കൊരു ഉണങ്ങിയ കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. വെളിയിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ഞാൻ അര ഗ്ലാസ് പാലേ എടുത്തിട്ടുള്ളൂ. ചാച്ചുവിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊന്നും അയാൾ കഴിക്കാത്തത് കൊണ്ട് ഞാൻ പോവുകയാണ്. പുള്ളിക്കാരൻ അവിടെ എല്ലാം നല്ല കളിപ്പാട്ടങ്ങളും എല്ലാം നിരത്തി വാരിയിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ചായയാണോ എന്നാണ് നോക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ മണത്ത് നോക്കുന്നു. അല്ല, പണിപാളി. എൻ്റെ മോൻ തിരിച്ചെൻ്റെ കയ്യിൽ തന്നെ തന്നു. അവസാനം ഞാൻ തന്നെ കുടിച്ചു. കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, കളയാൻ പറ്റുമോ? ഇനി അവനെ ഇങ്ങനെയും ഇച്ചിരി തീറ്റിക്കണ്ടായോ എന്നും പറഞ്ഞ് അടുത്തൊരു പരീക്ഷണം വന്ന് ഞാൻ അത് ഇച്ചിരി ഒരു പാത്രത്തിലിട്ട് സ്പൂൺ ഇട്ടുകൊണ്ട് കൊടുക്കുക, തിന്നുന്നോ എന്നറിയാൻ. നല്ല ടേസ്റ്റ്, നല്ല മണവുമാണേ. അങ്ങനെ നമ്മൾ ആ ടാസ്കിൽ വിജയിച്ചു. മിൽക്കായിട്ട് ചെന്നില്ലെങ്കിലും പൊടിച്ച് ഇങ്ങനെ കൊടുത്തപ്പോൾ ഇച്ചിരി ഇഷ്ടപ്പെട്ട് കുറച്ചൊക്കെ തിന്നു കേട്ടോ.